ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ മാർക്കറ്റ് രാവിലെ ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പേ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡിംഗ് നടത്തിയത് ഏകദേശം 24,080 24,110 ഇടയിലുള്ള വളരെ ലോവർ ലെവലിലായിരുന്നു. ഏകദേശം 240 പോയിന്റിലധികം വലിയൊരു ഇടിവോടെയാണ് ഗിഫ്റ്റ് നിഫ്റ്റി ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു ഗ്യാപ് ഡൗൺ ആണ് ഇന്ന് മാർക്കറ്റ് പ്രതീക്ഷിച്ചത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു വലിയ ഇല്ലാതെ ഒരു ഫ്ലാറ്റ് നെഗറ്റീവ് ഓപ്പണിംഗ് ആണ് നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിയിൽ നിന്ന് രാവിലെ കണ്ടത്. അതിനുശേഷം നല്ലൊരു മുന്നേറ്റം നിഫ്റ്റി നടത്തുകയും 23,425 എന്നുള്ള ഹൈ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. എന്നാൽ നമുക്കറിയാം 23,400 ഒരു ശക്തമായ ഒരു സബ് ലെവലാണ്. ആ ലെവലിൽ ശക്തമായിട്ട് ബിയേഴ്സ് നിലയുറപ്പിച്ച ഒരു ഏരിയയാണ്. അതുകൊണ്ട് തന്നെ ശക്തമായ സെല്ലിംഗ് പ്രഷർ നിഫ്റ്റി നേരിട്ടതായിട്ട് കാണാം. അതുകൊണ്ട് തന്നെ അവസാന ഘട്ടങ്ങളിൽ വൻതോതിലുള്ള സെല്ലിംഗ് വരികയും നിഫ്റ്റി 23,214 ഇപ്പോൾ ഫൈനലായിട്ട് ക്ലോസ് ചെയ്തിരിക്കുന്നത്. എങ്കിലും 23,200 മുകളിൽ നിലയുറപ്പിച്ചു എന്നുള്ളത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. അപ്പോൾ ശക്തമായ ഒരു ബുൾസ് ബിയേഴ്സ് ആ പോരാട്ടത്തിലൊടുവിൽ നല്ലൊരു പ്രതിരോധം സൃഷ്ടിക്കാൻ ബുൾസിന് സാധിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ആശ്വസിക്കാം. എന്നാൽ ഇന്ന് ബ്രോഡ് മാർക്കറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 മാത്രമാണ് പിടിച്ചു നിന്നത്. മറ്റ് ബ്രോഡർ ഇൻഡെക്സുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. മൈക്രോ ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ഒക്കെ നല്ലൊരു കറക്ഷനാണ് ഇന്ന് നടന്നിട്ടുള്ളത്. ഇന്ന് ബ്രോഡ് മാർക്കറ്റിൽ അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകൾ 33% ആണെങ്കിൽ ഡിക്ലൈൻ ചെയ്ത സ്റ്റോക്കുകൾ അതിൻ്റെ നേരെ ഡബിൾ ആണെന്ന് കാണാം. 62% സ്റ്റോക്കുകൾ ഡിക്ലൈൻ ചെയ്തിട്ടുണ്ട്. സെക്ടർ വൈസ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സെക്ടറുകളും റെഡിലാണ് നിൽക്കുന്നത്. FMCG സെക്ടറും പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സും മാത്രമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത സെക്ടേഴ്സ്. അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ ദിവസം US മാർക്കറ്റിലും അതുപോലെ ഗിഫ്റ്റ് നിഫ്റ്റിയിലും ഉണ്ടായ ആ വലിയ ഇടിവിനും ആ ഒരു വളറ്റിലിറ്റിക്കും പ്രധാന കാരണമായത് US-ഉം ഇറാനും തമ്മിൽ പെട്ടെന്നുണ്ടായ അപ്രതീക്ഷിതമായിട്ടുള്ള ചില സൈനിക നീക്കങ്ങളാണ്. അപ്പോൾ ഗൾഫ് മേഖലയിൽ മൊത്തം സമാധാന അന്തരീക്ഷം തകർക്കുകയും യുദ്ധഭീതി പുതുതായിട്ട് വീണ്ടും ഉടലെടുക്കുകയും ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയറാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതൊരു പാനിക് സെല്ലിങ്ങിന് ഇന്നലെ കാരണമായിരുന്നു. അപ്പോൾ ഈ ഒരു സംഭവം ആരംഭിക്കുന്നത് ഒമാൻ കടൽ തീരത്തിനടുത്ത് സ്ട്രേറ്റ് ഓഫ് ഹോർമസിൽ വെച്ച് US സൈന്യത്തിന്റെ അപ്പാച്ച് ഹെലികോപ്റ്റർ ഗൺഷിപ്പ് അത് ഇറാൻ വെടിവെച്ചിട്ടതായിട്ട് ഡൊണാൾഡ് ട്രംപ് ആരോപിക്കുന്നു. ഇതിന് മറുപടിയായിട്ട് ചൊവ്വാഴ്ച രാത്രിയോടെ ഇറാനിലെ റഡാർ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് നേരെ US ശക്തമായ മിസൈൽ ആക്രമണം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ ഒരു റിറ്റാലിയേഷൻ മെഷർ എന്നുള്ള രീതിയിൽ ഇറാൻ തിരിച്ചടിക്കുകയും കുവൈത്ത് ബഹ്റൈൻ ലക്ഷ്യമാക്കി US സൈനിക ബേസുകൾക്കെതിരെ അവർ മിസൈൽ അയക്കുകയും ചെയ്തു. അങ്ങനെ വാറിൽ അപ്രതീക്ഷിതമായിട്ടുള്ള ചില എസ്കലേഷൻസ് ഉണ്ടായി. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ രണ്ട് രാജ്യങ്ങളും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു താൽക്കാലിക വെടിനിർത്തൽ കരാർ ഇതോടെ പൂർണ്ണമായിട്ടും തകർന്നു. പക്ഷെ അവിടെ ആശ്വാസകരമായൊരു കാര്യം, ഇത്ര വലിയൊരു വാർ എസ്കലേഷൻ ഉണ്ടായിട്ടും വലിയൊരു വിലവർദ്ധനവ് ക്രൂഡ് ഓയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോഴും ബ്രന്റ് ക്രൂഡ് $91 എന്ന ലെവലിലാണ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹെലികോപ്റ്റർ ഇൻസിഡന്റിന് ശേഷം ട്രംപ് കർശനമായ ഭാഷയിൽ പ്രതികരിച്ചെങ്കിലും എണ്ണവിലയെയും ഇന്ധനക്ഷാമത്തെയും കുറിച്ച് അദ്ദേഹം ചില ഉറപ്പുകൾ ഗ്ലോബൽ മാർക്കറ്റുകൾക്ക് നൽകിയതായിട്ട് കാണാം. US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് വ്യക്തമാക്കിയത് മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഹോർമസ് കടലിടുക്ക് വഴിയുള്ള ചരക്ക് നീക്കവും എണ്ണ കയറ്റുമതിയും ക്രമേണ മെച്ചപ്പെടുന്നുണ്ടെന്നാണ്. ഇറാനിലെ ചില വ്യോമയാന കേന്ദ്രങ്ങളിൽ US ആക്രമണം നടത്തിയെങ്കിലും അവിടുത്തെ എണ്ണപ്പാടങ്ങളെയോ അല്ലെങ്കിൽ റിഫൈനറികളെയോ അമേരിക്ക ലക്ഷ്യമിട്ടിട്ടില്ല. അതുപോലെ ഇറാൻ തിരിച്ചടിച്ചതും US താവളങ്ങൾക്ക് നേരെ മാത്രമാണ്. അപ്പോൾ എണ്ണ ഉൽപ്പാദനത്തെ ബാധിക്കുന്ന രീതിയിലേക്ക് ഏതായാലും ഇന്നലെ രാത്രി ഉണ്ടായിട്ടുള്ള ഈ യുദ്ധം മാറിയിട്ടില്ല. അപ്പോൾ ഇതാണ് ക്രൂഡ് ഓയിൽ പ്രൈസ് സ്റ്റേബിളായി നിൽക്കാൻ കാരണം. എന്നാൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ പരാജയപ്പെടുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ വില വീണ്ടും പഴയ നിലയിലേക്ക് ഉയരാനുള്ള ആശങ്കയാണ് ഗ്ലോബലായിട്ട് പങ്കുവെക്കപ്പെടുന്നത്. ഇതുകൂടാതെ ഇന്ന് രാത്രി വരുന്ന അമേരിക്കയിലെ കൺസ്യൂമർ ഇൻഫ്ലേഷൻ ഡാറ്റ അത് ഗ്ലോബൽ മാർക്കറ്റ് വളരെ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ US കൺസ്യൂമർ ഇൻഫ്ലേഷൻ 3.8% ആയിരുന്നു. ഇത്തവണ ആ ലെവലിൽ നിന്നും ഉയരുമെന്നാണ് മാർക്കറ്റ് വിദഗ്ധരൊക്കെ പ്രവചിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം മെയ് മാസത്തെ അപേക്ഷിച്ച് ഇത്തവണ പണപ്പെരുപ്പം 4% to 4.2% വരെ ഉയർന്നേക്കാമെന്നാണ് പൊതുവായിട്ടുള്ള ഒരു വിലയിരുത്തൽ. അപ്പോൾ ഇത് സംഭവിക്കുകയാണെങ്കിൽ 2023 ഏപ്രിലിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ഒരു US ഇൻഫ്ലേഷൻ റേറ്റ് ആയിരിക്കും അത്. അപ്പോൾ ഇന്നത്തെ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റ് പുറത്തു വരുമ്പോൾ അത് മാർക്കറ്റിനെ സ്വാധീനിക്കാനുള്ള 3 സാധ്യതകളാണ് നമ്മൾ കാണുന്നത്. ഒന്ന്, മാർക്കറ്റ് പ്രതീക്ഷിച്ചതുപോലെ അതായത് 4% to 4.2%ലാണ് ഇൻഫ്ലേഷൻ വരുന്നതെങ്കിൽ അത് ഇതിനോടകം തന്നെ മുൻകൂട്ടി പ്രൈസ്ഡ് ഇൻ ചെയ്ത ഒരു സംഭവം ആയതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വലിയ ഇടിവുണ്ടാകാനുള്ള സാധ്യതയില്ല, മറിച്ച് നേരിയൊരു റിക്കവറി ഉണ്ടാകാനുള്ള സാധ്യതയാണുള്ളത്. എന്നാൽ ഇൻഫ്ലേഷൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വരികയാണെങ്കിൽ ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് ഇനിയും കൂട്ടിയേക്കാമെന്നുള്ള ആ ഒരു സ്പെക്കുലേഷൻ്റെ ആ ഒരു ഭീതി വരും. ഇത് US മാർക്കറ്റിന് മാത്രമല്ല ഇന്ത്യൻ മാർക്കറ്റിനെയും വലിയ തകർച്ചയ്ക്ക് കാരണമാകും.
എന്നാൽ ഇൻഫ്ലേഷൻ റേറ്റ് എക്സ്പെക്റ്റേഷനേക്കാൾ താഴെ വന്ന അത് മാർക്കറ്റിൽ വലിയ ആശ്വാസമായിരിക്കും. മാർക്കറ്റിൻ്റെ റാലി തിരിച്ചു പിടിക്കാനുള്ള നല്ലൊരു അവസരമായിരിക്കും അത്. ഇനി US മാർക്കറ്റിലെ മറ്റൊരു പ്രധാന ഒരു സംഭവമായിട്ട് വരാൻ പോകുന്ന ഒരു കാര്യം സ്പേസ് എക്സിൻ്റെ IPO ആണ്. ഇതിൻ്റെ കൃത്യമായ ഒരു ലിസ്റ്റിംഗ് തീയതി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് 2026 ജൂൺ ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റ് വീക്കിലോ ലിസ്റ്റിംഗ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ എലോൺ മസ്കിൻ്റെ ഈ സ്പേസ് എക്സ് IPO വലിയൊരു സംഭവമാകുന്നത് ഇത് ചരിത്രത്തിലെ ഏറ്റവും വലിയ IPO ആണ്. കാരണം ഇതിനു മുമ്പ് 2019 സൗദി ആരാംകോ $26 ബില്യൺ ഇഷ്യൂ സൈസുമായി വന്ന IPO ആണ് ലോകത്തിൽ ഇതിനു മുമ്പുള്ള ഏറ്റവും വലിയ റെക്കോർഡ്. എന്നാൽ ഇപ്പോൾ സ്പേസ് എക്സ് മാർക്കറ്റിൽ വരുന്നത് $75 ബില്യൺ ഇഷ്യൂ സൈസുമായിട്ടാണ്. IPO പ്രൈസ് നിശ്ചയിച്ചിരിക്കുന്നത് $135 ആണ്. അപ്പോൾ ഈ ഒരു IPO വരുന്നതോടുകൂടി സ്പേസ് എക്സിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ $1.77 ട്രില്യൺ ആയിട്ട് വരും. നിലവിൽ അമേരിക്കൻ മാർക്കറ്റിലെ ഭീമന്മാരായിട്ടുള്ള ആപ്പിൾ, മൈക്രോസോഫ്റ്റ്, എൻവിഡിയ തുടങ്ങിയ ആ ഒരു കമ്പനികളുടെ ലെവലിലേക്ക് സ്പേസ് എക്സ് എത്താൻ സഹായിക്കും. IPOയ്ക്ക് ശേഷവും കമ്പനിയുടെ നിയന്ത്രണം പൂർണ്ണമായിട്ടും എലോൺ മസ്കിൻ്റെ കൈകളിൽ തന്നെയായിരിക്കും. കാരണം അവിടെ ക്ലാസ് B ഷെയർ ഉള്ളതിനാൽ 82% വോട്ടിംഗ് പവർ അപ്പോഴും എലോൺ മസ്കിന് തന്നെയായിരിക്കും. ഈ സ്പേസ് എക്സ് നമുക്കറിയാം, അത് കേവലം റോക്കറ്റ്, സ്റ്റാർലിങ്ക് കമ്പനി എന്നതിലുപരി ഇപ്പോൾ വമ്പിച്ച ഡാറ്റാ സെന്റർ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലേക്കും അത് മാറിയിട്ടുണ്ട്. ഗൂഗിള്, ആന്ത്രോപിക് തുടങ്ങിയ വമ്പന്മാരുമായിട്ട് ഇതിനോടകം തന്നെ AI ഡീലുകൾ ഇവർ ഉറപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ IPO വിജയകരമാകുന്നതോടെ എലോൺ മസ്ക് ലോകത്തിൽ ആദ്യത്തെ ഒരു ട്രില്യണർ അഥവാ $1,00,000 കോടി ആസ്തിയുള്ള ആളായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്പേസ് എക്സ് ലിസ്റ്റ് ചെയ്ത് ഒരു 15 ദിവസത്തിനുള്ളിൽ അത് നാസ്ഡാക്ക് 100 ഇൻഡെക്സിൻ്റെ ഭാഗമാവുകയും ചെയ്യും. പുതിയ AI കമ്പനികളായിട്ടുള്ള ആന്ത്രോപിക് ഇതിനകം തന്നെ IPOയ്ക്ക് പൈലറ്റ് ഡ്രാഫ്റ്റുകളൊക്കെ സമർപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ChatGPT നിർമ്മാതാക്കളായിട്ടുള്ള OpenAIയും വൈകാതെ തന്നെ IPO പ്രഖ്യാപിക്കുമെന്നാണ് സൂചനകൾ. അപ്പോൾ തീർച്ചയായിട്ടും നാസ്ഡാക്ക് 100 ETF-കളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നാസ്ഡാക്കിൽ വരാൻ പോകുന്ന ഈ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ ICICI ബാങ്ക് നിഫ്റ്റിയിലെ വെയിറ്റേജിലും ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പിലും റിലയൻസ് ഇൻഡസ്ട്രീസിനെ മറികടന്ന് 2ാം സ്ഥാനത്തേക്ക് എത്തിയതായിട്ട് കാണാം. ഇപ്പോൾ ടോട്ടൽ മാർക്കറ്റ് ക്യാപ്പിൽ റിലയൻസ് വളരെ മുന്നിലാണെങ്കിലും പ്രൊമോട്ടർമാരുടെ കൈവശമുള്ള ഓഹരികൾ ഒഴിവാക്കിക്കൊണ്ട് വിപണിയിൽ പൊതുജനങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ലഭ്യമായ സ്റ്റോക്കുകളുടെ മാത്രം മൂല്യം, അതാണ് ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ICICI ബാങ്ക് റിലയൻസിനെ മറികടന്നിരിക്കുന്നത്. കാരണം റിലയൻസിൻ്റെ ഏകദേശം 50% ഓഹരികൾ അംബാനി കുടുംബത്തിൻ്റെ കൈവശമാണ്. എന്നാൽ ICICI ബാങ്കിൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് ഇല്ല, അത് 0% ആണ്. അപ്പോൾ അതിൻ്റെ ഭൂരിഭാഗം ഓഹരികളും മാർക്കറ്റിൽ ഫ്രീ ഫ്ലോട്ടായിട്ട് ലഭ്യമാണ്. അപ്പോൾ ഈ ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപ്പ് അടിസ്ഥാനത്തിലാണ് നിഫ്റ്റിയിലെ വെയിറ്റേജ് തീരുമാനിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ പുതുക്കിയ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ കാണാൻ കഴിയുന്നത് HDFC ഇപ്പോഴും 1ാം സ്ഥാനം നിലനിർത്തുകയാണ് 10.5%. അത് കഴിഞ്ഞാൽ ICICI ബാങ്ക് 8.8%, റിലയൻസ് ഇൻഡസ്ട്രീസ് 8.3%, അതുപോലെ ഭാരതി എയർടെൽ 6%, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 5%-ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ വെയിറ്റേജിൻ്റെ കാര്യത്തിലുള്ള ടോപ്പ് 5 സ്റ്റോക്കുകൾ കാണുന്നത്. അപ്പോൾ ഈ വെയിറ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി മാറുന്നത് മ്യൂച്വൽ ഫണ്ടുകൾക്കും ഇൻഡെക്സ് ഫണ്ടുകൾക്കും ETF-കൾക്കും ഒക്കെയാണ്. അപ്പോൾ മ്യൂച്വൽ ഫണ്ട് മാനേജേഴ്സ് ഈ വെയിറ്റേജ് അനുസരിച്ചിട്ട് അവരുടെ ഹോൾഡിങ്ങിൽ ചേഞ്ച് വരുത്തും. അപ്പോൾ ഈ ICICI ബാങ്കിലേക്ക് കൂടുതൽ നിക്ഷേപങ്ങൾ ഒഴുകിയെത്താനും റിലയൻസിൽ നിന്ന് നിക്ഷേപം കുറയാനും അത് കാരണമാകും. ഇനി നമ്മൾ ഇന്ന് നല്ല മുന്നേറ്റം നടത്തിയ ഒരു സെക്ടർ കാണുന്നത് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലാണ്. ഈ ഇറാൻ-US സംഘർഷത്തെ തുടർന്ന് ഫെർട്ടിലൈസറുകളിൽ ഉണ്ടായിട്ടുള്ള വിലവർധനവ് കാരണം അത് കർഷകരെ നേരിട്ട് ബാധിക്കാതിരിക്കാൻ ഈ അഗ്രികൾച്ചർ മിനിസ്ട്രി FY27 ആ ഒരു സാമ്പത്തിക വർഷത്തിലെ ആ ഫെർട്ടിലൈസർ സബ്സിഡി തുക ഇരട്ടിയാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഫൈനാൻസ് മിനിസ്ട്രിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ബജറ്റിൽ 1.71 ലക്ഷം കോടിയിൽ നിന്നും അത് ഉയർത്തിയാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഗ്ലോബൽ ലെവലിൽ വില കൂടിയാലും ഇന്ത്യൻ കർഷകർക്ക് വളം പഴയ വിലയിൽ തന്നെ ലഭിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ സബ്സിഡിക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കർഷകർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത്. അപ്പം ജൂൺ മാസത്തോടെ ആരംഭിക്കുന്ന ഖാരിഫ് കൃഷി സീസണിലേക്ക് രാജ്യത്ത് ആവശ്യത്തിന് വളം സ്റ്റോക്ക് ഉണ്ടെന്ന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സബ്സിഡി വാർത്ത കൂടി വരുന്നതോടുകൂടി തീർച്ചയായിട്ടും അത് അഗ്രികൾച്ചർ സ്റ്റോക്കുകളിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നോർമലൈസ് ചെയ്യാൻ സഹായിക്കുമെന്ന ഒരു പ്രതീക്ഷയാണ് ഇൻവെസ്റ്റേഴ്സിനുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു മൂവാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ചമ്പാൽ ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ കോറമൻഡൽ ഇൻ്റർനാഷണൽ, FACT, നാഷണൽ ഫെർട്ടിലൈസേഴ്സ് തുടങ്ങിയ പല ലീഡിംഗ് ഫെർട്ടിലൈസർ സ്റ്റോക്കുകളിലും ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഇന്ന് ഉണ്ടായതായിട്ട് കാണാം. അതുപോലെ ഇന്ന് മാർക്കറ്റിൽ നല്ല ഇടിവിരയപ്പെടുത്തിയ 2 സ്റ്റോക്കുകളാണ് മുത്തൂറ്റ് ഫിനാൻസും അതുപോലെ മണപ്പുറം ഫിനാൻസും. അപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡിൻ്റെ പ്രൈസിൽ വമ്പിച്ച ഇടിവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്.
ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഈ കറക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നും നല്ലൊരു ഇടിവ് ഗോൾഡിൽ ഉണ്ടായതായിട്ട് കാണാം. 4100 എന്ന ലെവലിലേക്ക് ഡോളർ പെർ ഔൺസ് അത് വന്നിരിക്കുകയാണ്. കൂടാതെ സിൽവറിലും ഈ ഇടിവ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ സ്വർണ്ണവില കുറയുമ്പോൾ ഗോൾഡ് ലോൺ കമ്പനികളുടെ ഷെയറുകളും സാധാരണഗതിയിൽ താഴോട്ടേക്ക് പോകാറുണ്ട്. കാരണം ഈ മുത്തൂറ്റും മണപ്പുറവും പ്രധാനമായിട്ട് ഗോൾഡ് ലോൺ ബിസിനസ്സിലുള്ള കമ്പനികളാണ്. അപ്പോൾ ആളുകൾ പണയം വെക്കുന്ന സ്വർണം അതിൻ്റെ വില ഇടിയുമ്പോൾ കൊലാട്രൽ സെക്യൂരിറ്റിയുടെ വാല്യൂ ആണ് കുറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഇഷ്യൂ ചെയ്യുന്ന ലോണും കുറയും. അപ്പോൾ വില കുറയുമ്പോൾ പഴയതുപോലെ വലിയ തുകകൾ വായ്പയായിട്ട് നൽകാൻ കമ്പനികൾക്ക് കഴിയില്ല. അപ്പോൾ ഇത് അവരുടെ ബിസിനസ് വളർച്ചയും ലാഭത്തെയും ബാധിക്കുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഈ ഒരു ഇടിവ് നമ്മൾ ഈ രണ്ട് സ്റ്റോക്കുകളും കാണാനുള്ള കാരണം. കൂടാതെ അമേരിക്കയിൽ ശക്തമായ തൊഴിൽ റിപ്പോർട്ടുകൾ വന്നതും ഇൻഫ്ലേഷൻ വരുതിയിലാകാത്തതും കാരണം ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ കുറക്കുകയില്ല എന്നുള്ളതിനാൽ ഗോൾഡ് ഇപ്പോൾ അനാകർഷമാവുകയും കൂടുതൽ ബോണ്ടുകളിലേക്കും ഡോളറുകളിലേക്കും പണം ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ഗോൾഡ് ഇടിവിന് കാരണമായിട്ടുമുണ്ട്. ഇനി നിഫ്റ്റിയുടെ നമ്മൾ ഡെറിവേറ്റീവ് മാർക്കറ്റിലെ മാറ്റങ്ങൾ വെച്ച് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്നത് പുട്ട് കോൾ റേഷ്യോ 0.8 എന്ന ലെവലിലാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം കോൾ റേറ്റിംഗ് പുട്ട് റേറ്റിംഗിനേക്കാൾ കൂടുതലാണെന്നാണ്. അതായത് മാർക്കറ്റിൽ മുകളിലോട്ട് പോകുകയില്ല എന്ന് ട്രേഡേഴ്സ് വിശ്വസിക്കുകയാണ്. അതുപോലെ മാക്സ് പെയിൻ നമ്മൾ കാണുന്നത് 23,300 ലെവലിലാണ്. അപ്പോൾ നിലവിലുള്ള ഓപ്ഷൻ ബയേഴ്സിന് ഏറ്റവും കുറവ് നഷ്ടം വരുന്ന ഒരു പോയിന്റ് ആയിരിക്കും ഈ മാക്സ് പെയിൻ. അപ്പോൾ മാർക്കറ്റ് ഇതിന് ചുറ്റിപ്പറ്റി കൺസോളിഡേറ്റ് ചെയ്ത് നിൽക്കാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ലെവലുകളായിട്ട് കാണുന്നത് 23,400 23,500 ലെവലുകളാണ്. ഇവിടെയാണ് കനത്ത കോൾ ഓപ്പൺ ഇൻട്രസ്റ്റുകൾ ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ശക്തമായ സപ്പോർട്ട് നിൽക്കുന്നത് 23,200 23,000 എന്ന ലെവലിലാണ്. ഇവിടെയാണ് പുട്ട് റേറ്റേഴ്സും ശക്തമായി നിൽക്കുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു ബുള്ളിഷ് ആകണമെങ്കിൽ 23,400 മുകളിൽ ഒരു ശക്തമായ ബ്രേക്ക് ഔട്ട് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ 23,200 താഴോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അതൊരു പക്ഷേ 23,000 ലെവലുകൾ വരെ താഴോട്ടേക്ക് പോയേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.